ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ നാടൻ കോഴി വളർത്തി എങ്ങനെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ വർഷങ്ങളായി ഞാൻ നാടൻ കോഴി വളർത്തുന്നുണ്ട്. അതിലൂടെ ചെറിയൊരു വരുമാനം കണ്ടെത്താൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജോലിൻ്റെ ഒപ്പം തന്നെ ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇൻകമായിട്ട് നാടൻ കോഴി വളർത്തി നല്ല രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു നാടൻ കോഴി വളർത്തിയിട്ട് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ നാടൻ കോഴി വളർത്താനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താനും താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. മുഴുവൻ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നാടൻ കോഴി വളർത്തുന്നുണ്ട്. അതിലൂടെ ഒരു കുഴപ്പമില്ലാത്ത വരുമാനം ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഞാനൊരു പ്രൈവറ്റ് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒഴിവ് സമയം എൻ്റെ ഹോബിയായ നാടൻ കോഴി വളർത്തലിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നാടൻ കോഴി വളർത്തിയിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കും കിട്ടും. നാടൻ കോഴിക്കും അതേപോലെ കോഴിമുട്ടയ്ക്കൊക്കെ ഇന്നത്തെ കാലത്ത് നല്ല ഡിമാൻഡുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെയും അതേപോലെ കോഴിമുട്ടയൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് വിപണനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മികച്ചൊരു വരുമാനം തന്നെ കണ്ടെത്താൻ കഴിയും. നാടൻ കോഴി വളർത്തി നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുമ്പോഴാണ് നാടൻ കോഴി വളർത്തി നമുക്ക് മികച്ച വരുമാനം നേടാൻ കഴിയുള്ളൂ. മുട്ട വിറ്റിട്ട് വരുമാനം നേടാൻ കഴിയുക എന്നത് പ്രയാസമാണ്. കാരണം നമുക്ക് കൂടുതൽ തീറ്റ ചെലവ് വരും. അതിനനുസരിച്ചുള്ള മുട്ട ഉൽപ്പാദനം നാടൻ കോഴികൾക്ക് കുറവായിരിക്കും. ഒരു നാടൻ കോഴി വർഷത്തിൽ വളരെ കുറച്ച് മുട്ടയെ ഉൽപ്പാദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാടൻ കോഴി വളർത്തി മുട്ട വിൽപ്പന നടത്തൽ നമുക്ക് ലാഭകരമല്ല. അതൊരിക്കലും ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നാടൻ കോഴി വളർത്തി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ മാത്രം വരുമാനം കണ്ടെത്താൻ നോക്കുക. പിന്നെ നമുക്ക് ഇതിന് എല്ലാ ബിസിനസ്സും പോലെ തന്നെ ഫസ്റ്റ് നമുക്കിതിന് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട്. അതായത് നാടൻ കോഴികൾ നിങ്ങളൊരു വാണിജ്യ രീതിയിൽ വളർത്തുമ്പോൾ എന്തായാലും നമുക്കൊരു ഷെഡ് വേണം. ഒരു 500 അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ളൊരു ഷെഡ്. ഒരു 20 അടി വീതിയും ഒരു 30-40 അടി നീളത്തിൽ ഒരു ഷെഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഏകദേശം 500-600 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കും. ആ ഷെഡിനുള്ളിൽ കോഴികളെ ഫ്രീ ആയിട്ട് വിടണം. പിന്നെ അത് നിലം ഫുള്ള് മണ്ണായിരിക്കണം. അതായത് കോൺക്രീറ്റോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളോടൊന്നും ആവശ്യമില്ല. വെറും മണ്ണിൽ മാത്രം വളർത്തുമ്പോഴാണ് കോഴികൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല വൃത്തിയിലും വളരുക. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ നമുക്ക് നെറ്റ് കൊണ്ടുള്ള ഒരു 3-4 കൂടുണ്ടാക്കിയേക്കാം. കാരണം കോഴികളെ അടവെക്കാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റാക്കി മാറ്റാനും ഒക്കെയുള്ള സൗകര്യം വേണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ട് വളരുകയും അതിലൂടെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും കഴിയുള്ളൂ. നാടൻ കോഴി വളർത്തി നല്ല വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് നല്ല പാരൻറ്റ് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ പാരൻറ്റ് സ്റ്റോക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം നമ്മൾ ലോങ് നിന്നൊക്കെ പാരൻറ്റ് സ്റ്റോക്ക് കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ നമുക്കതിനൊക്കെ എക്സ്പെൻസ് കൂടും. അതിനെ മറിച്ച് നമ്മൾ ചുറ്റുപാടുള്ള പാരൻറ്റ് സ്റ്റോക്കിനെ കണ്ടെത്തി നമുക്ക് എക്സ്പെൻസ് ഇല്ലാതെ ചെറിയ വിലക്ക് നമുക്ക് കോഴികളെ കണ്ടെത്തി കോഴികളെ കളക്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ പാരൻറ്റ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഴികളെ കളക്ട് ചെയ്യാൻ നോക്കുക. എപ്പോഴും പുള്ളിക്കോഴികൾ, ലൈനേജ്, അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും റെഡിലൊക്കെ ഉള്ള പുള്ളികൾ, പ്യൂർ വൈറ്റ് കോഴികൾ, ഇതിനൊക്കെയാണ് ഇന്ന് കൂടുതൽ ഡിമാൻഡുള്ളത്. അതേപോലെ ചാരക്കോഴി, ചാര കളറുള്ള കോഴികളൊക്കെ, ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള കോഴികൾ. അപ്പോൾ നല്ല പാരൻറ്റ് സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നല്ല കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള സെയിൽ നടക്കും. കാരണം ഇന്ന് സെയിൽ നടത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഇഷ്ടംപോലെ ഗ്രൂപ്പുകളും അതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് എത്ര കോഴികളെ ഉൽപ്പാദിപ്പിച്ചാലും ഇന്ന് സെയിൽ നടത്താൻ കഴിയും. കാരണം നമ്മുടെ അടുത്തൊക്കെ അത്ര എൻക്വയറികളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര എൻക്വയറിക്കനുസരിച്ച് നമുക്ക് കോഴികളെ കൊടുക്കാൻ കഴിയാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മൾ നല്ല ഉഷാറായിട്ട് കോഴികളെ വളർത്തുകയാണെങ്കിൽ, അത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന്, അതേപോലെ വാങ്ങിക്കാനും ആളുകൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്.
പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ നെറ്റിലെ കൂട്ടിലേക്ക് മാറ്റണം. അപ്പോഴാണ് അവ നല്ല വൃത്തിയായിട്ട് വളരുകയുള്ളൂ. അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പിന്നെ ഒരു 10-20 ദിവസം മണ്ണിലേക്കൊന്നും ഇറക്കാതെ ഇതുപോലെ നെറ്റിലെ കൂട്ടിൽ വളർത്തിയെടുക്കുമ്പോഴാണ് കോഴികൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 20 ദിവസത്തിന് ശേഷം അവരെ ഇതുപോലെ മണ്ണിലേക്കൊക്കെ വിട്ടുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വാക്സിനേഷൻ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റത്തെ വീക്കിൽ ലെസോട്ട, രണ്ടാമത്തെ വീക്കിൽ IBD കൊടുക്കും. പിന്നെ അതിന് ശേഷം ഇവിടുന്ന് സെയിലായി പോകും. 2 വാക്സിനേഷൻ കഴിഞ്ഞാൽ 3-ാമത്തെ വീക്കിനുള്ളിൽ ഇവിടുന്ന് സെയിലാവാറുണ്ട്. പിന്നെ അതിന് ശേഷം വരുന്ന ലെസോട്ടയും അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതിന് കോഴിക്കുഞ്ഞുങ്ങൾ സെയിലാവും. പിന്നെ അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ വാക്സിൻ ചെയ്യുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടും. പിന്നെ കോഴി വസന്ത, അതേപോലെ കോഴികൾക്കുണ്ടാകുന്ന ചുമ, അതുപോലത്തെ പല പ്രശ്നങ്ങളും വാക്സിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതൊരു ബിസിനസ്സായി അല്ലെങ്കിൽ ഇതിന് വരുമാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ ചെയ്തിട്ടുള്ള കോഴികളെ തന്നെ വളർത്താൻ നോക്കുക. അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെഡിലിട്ട് വളർത്തുന്ന രീതിയിലാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മുഴുവൻ കോഴികൾക്കും അത് പകർന്നിട്ട് പിന്നെ നമ്മുടെ കോഴികളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കോഴികളെ വളർത്തുമ്പോൾ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് തീറ്റ ചെലവ്. തീറ്റ ചെലവ് എങ്ങനെ കുറക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലത്തെ ഇലകളൊക്കെ തൂക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തീറ്റ ചെലവ് കൊടുക്കാറുണ്ട്. പപ്പായ ഇല, വാഴ ഇല, ചേമ്പിൻ്റെ ഇല, തുളസിൻ്റെ ഇല, ഇതുപോലത്തെ ഇലകളൊക്കെ, മുരിങ്ങയില, ഇതുപോലത്തെ ഇലകളൊക്കെ കോഴികൾ നന്നായിട്ട് ഭക്ഷിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇടാൻ സെപ്പറേറ്റ് ഒരു പാത്രം നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരു ദിവസത്തെ വേസ്റ്റ് എല്ലാ വേസ്റ്റും അതിൽ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി, അതേപോലെ വീട്ടിൽ കറിക്കും ഉപ്പേരിക്കൊക്കെ വെക്കുന്ന വെജിറ്റബിളിൻ്റെ ബാക്കി, അത് പിന്നെ ക്ലീനാക്കുന്ന സമയത്തുണ്ടാകുന്നത് അതിൻ്റെ തൊലി, അതിൻ്റെ കാമ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ആ വേസ്റ്റിൽ നിക്ഷേപിക്കണം. അതേപോലെ കുട്ടികൾക്കുള്ള വീടുകളാണെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വേസ്റ്റ്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി, പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന സംഭവങ്ങൾ, പിന്നെ അതുപോലെ വീട്ടിലെ എല്ലാ വേസ്റ്റും, അത് വെജിറ്റബിൾ ആയിക്കോട്ടെ നോൺ വെജിറ്റബിൾ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഒരു ദിവസത്തെ ഫുൾ വേസ്റ്റ് നമ്മളൊരു ബാസ്ക്കറ്റിലേക്ക് കളക്ട് ചെയ്യണം. എന്നിട്ട് പിറ്റേത്തെ ദിവസം ആ വേസ്റ്റിലേക്ക് കുറച്ച് തവിടും, കുറച്ച് കോഴിത്തീറ്റയും, പിന്നെ കുറച്ച് കാൽഷ്യം പൗഡറും മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചെലവ് വളരെ കുറക്കാൻ കഴിയും. ഏകദേശം 50ഓളം കോഴികൾ ഞാനിവിടെ വളർത്തുന്നുണ്ട്. എനിക്കൊരു മാസത്തേക്ക് ഏകദേശം 1000 രൂപ മാത്രമാണ് തീറ്റ ചെലവ് വരുന്നത്. കാരണം ഞാൻ ഇതേപോലെ തവിട്, പിന്നെ കുറച്ച് കൊപ്രപ്പിണ്ണാക്കൊക്കെ വാങ്ങിക്കും. അതേപോലെ വീട്ടിലെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെയും നമ്മുടെ അയൽപ്പക്കത്തുള്ള നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലത്തെ വേസ്റ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. 2-3 വീട്ടിലത്തെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 കോഴികൾക്കൊക്കെ കൊടുക്കാനുള്ള ഫുഡ് അത് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് തവിടും കുറച്ച് തീറ്റ എല്ലാം കൂടി മിക്സായി കൊടുക്കണം. രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഫുഡ് അതിലുണ്ടാവും. അപ്പോൾ തീറ്റ ചെലവിന് നമ്മളൊരു ഐഡിയ എപ്പോഴും കണ്ടെത്തണം. എങ്കിലുള്ള നാടൻ കോഴി വളർത്തി നമുക്ക് അതിലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പാക്കറ്റ് ഫീഡ് വാങ്ങിയിട്ട് കോഴി വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമുക്കത് വൈകാതെ നിർത്തേണ്ടി വരും. കാരണം കോഴി പാക്കറ്റ് ഫീഡിനൊക്കെ അത്ര എക്സ്പെൻസീവാണ്. അപ്പം കോഴിത്തീറ്റ എന്തായാലും കുറച്ച് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ പിടക്കോഴികളെ വളർത്തുമ്പോൾ മുട്ടത്തീറ്റ എന്തായാലും കുറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേസ്റ്റ് ആണെങ്കിലും അതിലൂടെ കുറച്ച് മുട്ടത്തീറ്റ പിന്നെ മിക്സായി കൊടുത്താൽ അവരെല്ലാം അത് വൃത്തിയായിട്ട് കഴിച്ച് തീർക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച പോലെ തന്നെ പച്ചിലകളൊക്കെ കെട്ടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർ ഭക്ഷിച്ച് നമുക്ക് തീറ്റ ചെലവ് അതിലൂടെയും കുറക്കാൻ കഴിയും. പിന്നെ ഞാനിവിടെ വളർത്തുന്നത് നാടൻ കോഴി വളർത്തുന്ന ഒറിജിനൽ രീതിയിൽ തന്നെയാണ്. ഇൻക്യുബേറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. നാടൻ കോഴികൾക്ക് അടവെച്ച് വിരിയിച്ച് അതിലൂടെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ചിലവുകളൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും കോഴികളെ അട വെച്ചതും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
ഞാൻ കൂടുതലും കൊടുക്കുന്നത് ഡേ ഹോൾഡ് കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. ഡേ ഹോൾഡ് കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 100 രൂപയ്ക്കുള്ളിലായിരിക്കും റേറ്റ്. പിന്നെ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ 120 രൂപ ആ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി കോഴിക്കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കും. പിന്നെ നിങ്ങൾ കൊണ്ടുപോയി വളർത്തുമ്പോൾ അവറ്റകൾക്ക് അസുഖം വരാനൊക്കെ ചാൻസ് കുറവായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്. കാരണം എൻ്റെ പാരൻറ്റ് സ്റ്റോക്കൊക്കെ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് പൂവന്മാരൊക്കെ. പിന്നെ പെടകളിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വെറൈറ്റി കോഴികളും ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളുണ്ടാവും, ഇതുപോലത്തെ കാപ്പിരി കോഴികളുണ്ടാവും, പിന്നെ പ്യൂർ വൈറ്റ് കോഴികളുണ്ട്, എല്ലാ ടൈപ്പ് കോഴികളും എൻ്റെ അടുത്തുണ്ട്. ചാര കളർ കോഴിയുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പുള്ളികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാടൻ കോഴി വളർത്താനും അതിലൂടെ ഒരു വരുമാനമൊക്കെ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നാടൻ കോഴികളെ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വിളിച്ചാൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒഴിവ് സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച ഉടനെ തന്നെ റീപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും അല്ലാതെ വൈകാതെ തന്നെ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ കോഴി വളർത്താനും അതിലൂടെ വരുമാനം കണ്ടെത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.